എന്റെ ദേവി, ഒട്ടും പ്രതീക്ഷയില്ലാതെയാ ഒരു ചികിത്സ നടത്താൻ പോകുന്നേ. ഈ ദേവി സന്നിധിയിൽ നിന്ന് തൊഴുത് അച്ഛനൊപ്പം പോയ കണ്ണേട്ടനാ അന്ന് അപകടം ഉണ്ടായത്. എല്ലാം അറിയാവുന്ന ദേവി എന്റെ സങ്കടം തിരിച്ചറിയണേ. ഈ ചികിത്സ പാഴായി പോകരുതേ. അമ്മേ, മഹാമായേ. ദേവി, ആ അമ്മയൊന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ അമ്മയോട് കണ്ണേട്ടനെ പറ്റി ചോദിക്കായിരുന്നു. മോളെ, അമ്മയൊന്ന് കാണണമെന്ന് ചിന്തിച്ചതേ ഉള്ളൂ. അപ്പൊ തന്നെ അമ്മ എത്തിയല്ലോ. മോളെ എന്നെ കാണണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചായിരുന്നു അല്ലേ? അതെ, അത് അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായി? മോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴെല്ലാം ഞാൻ മുമ്പിൽ എത്തുമല്ലോ. അമ്മ ശരിക്കും ആരാ? അമ്മ ആരാണെന്നോ? അമ്മ അമ്മ തന്നെ. അല്ല, മോൾ എന്നെ കാണണമെന്ന് ആഗ്രഹിച്ചത് എന്തിനാണെന്ന് പറ. അത് പിന്നെ ഞാൻ കണ്ണേട്ടനുമായിട്ട് ഇടയ്ക്കൊരു വൈദ്യന്റെ അടുത്ത് പോയിരുന്നു. മഹാസിദ്ധനായ വൈദ്യരാ. ആ ചികിത്സയ്ക്ക് ഫലം കാണുമോ? എന്റെ കണ്ണേട്ടന് എന്നെങ്കിലും എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ? അതിപ്പ പറയാൻ പറ്റില്ല മോളെ. എങ്കിലും നിരാശ വേണ്ട. മോള് മോളുടെ ശ്രമം തുടർന്നോ. പിന്നെ ഇടയ്ക്ക് ചികിത്സയൊന്നും വേണ്ടാന്നും പറഞ്ഞ് ഇട്ടേച്ച് ഓടും മോളുടെ ആള്. അവിടെയൊക്കെ മോൾ ഇത്തിരി പിണങ്ങിയാലും കുഴപ്പമില്ല. മോള് തുടങ്ങി വെച്ച കർമ്മം നിർത്തരുത്. അതൊരിക്കലും നിർത്തില്ലമ്മേ. പക്ഷേ അതിന് ഫലം കാണുമെന്ന് എനിക്കറിയേണ്ടത്. അത് പറയാനുള്ള സമയമായിട്ടില്ല മോളെ. പിന്നെ അമ്മ പറഞ്ഞതോ, അന്നൊരു ദിവസം കണ്ടപ്പോ എനിക്ക് കുട്ടികൾ ജനിക്കുമെന്ന്. അതിപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാ പറയുന്നത്. അതില് തർക്കമൊന്നുമില്ല. മോളെ അമ്മയെന്ന് വിളിക്കാൻ മോൾക്കരികിൽ ഉണ്ണികളുണ്ടാകും. മോളുടെ സ്വന്തം ഉണ്ണികള്. രണ്ടും കൂടി അങ്ങോട്ട് പൊരുത്തപ്പെടുന്നില്ലല്ലോ അമ്മേ. അതെന്താ പൊരുത്തപ്പെടാത്തത്? അല്ല, കണ്ണേട്ടൻ എഴുന്നേറ്റ് നടക്കുമെന്ന് അമ്മ ഉറപ്പും പറയുന്നില്ലല്ലോ. അങ്ങനെ ഉറപ്പ് തരാൻ ഞാൻ ദൈവമൊന്നും അല്ലല്ലോ മോളെ. പിന്നെ ഇങ്ങനെ മോളെപ്പോലെ നല്ല മനസ്സുള്ള ആൾക്കാരെ കാണുമ്പോ വെറുതെ ഓരോരോ പ്രവചനങ്ങൾ നടത്തുന്ന ഒരു നാടോടി അമ്മയല്ലേ ഞാൻ? അല്ല, അമ്മയെ കാണുമ്പോ അങ്ങനെ വെറും ഒരു നാടോടി അമ്മയായിട്ട്
എനിക്ക് തോന്നാറേ ഇല്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.